കഥയുടെ തുടക്കത്തിൽ ഒരു കടലാണ് കാണിക്കുന്നത്. ആ കടലിൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള പോള് നീന്തുന്നുണ്ട്. കുറച്ചു നേരം അങ്ങനെ നീന്തിയിട്ട് ഒരു സ്ഥലത്ത് വന്നങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. പോള് ആകാശത്തോട് നോക്കുന്ന നേരത്ത് മേഘങ്ങളെല്ലാം എന്തോ പോലെ നിൽപ്പുണ്ട്. ആകാശത്ത് വലിയൊരു കുഴി ഉണ്ടായതുപോലെ. പക്ഷെ അതെന്താണെന്നൊന്നും പോളിന് അറിയത്തില്ല. സാധാരണ എന്തെങ്കിലും സംഭവമാണെന്ന് വിചാരിച്ചിട്ട് നീന്തി കഴിഞ്ഞിട്ട് കരയിൽ തിരിച്ചു വരികയാണ്. എന്തായാലും ഇതിനുശേഷം പോൾ അവന്റെ കാറും എടുത്ത് അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരുന്നുണ്ട്. ജോലി ചെയ്യുന്നതല്ല, അവിടുത്തെ ബോസാണ് പോള്. പോളിന് സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഈ ബോട്ടൊക്കെ റെഡിയാക്കുന്ന ഒരു വർക്ക്ഷോപ്പ്. അവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം വീണ്ടും കാർ എടുത്ത് വീട്ടിൽ പോകുന്നുണ്ട്. വീട്ടിൽ തന്നെ പോളിനൊരു ഭാര്യയും ഒരു മോളും ഉണ്ട്. ഭാര്യയാണെങ്കിൽ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. മോളാണെങ്കിൽ അവിടെ ഇരിക്കുക മാത്രമല്ല പഠിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അച്ഛനെ കണ്ടത് മോൾ ഓടി വരുമ്പോൾ അച്ഛൻ പോയിരുന്ന് പഠിക്കാൻ പറയാണ്. എന്നിട്ട് പോളാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പാചകം ചെയ്യാനായിട്ട് പോവാണ്. പക്ഷെ അവിടുത്തെ ടാപ്പ് തുറന്നു വിടുമ്പോൾ വെള്ളം വരുന്നില്ല. താഴെ ബേസ്മെന്റിൽ പോയിട്ട് വേണം അത് ഓണാക്കാൻ. താഴത്തെ ഹീറ്ററിന് എന്തോ പറ്റിയതാണ്, അതുകൊണ്ടാണ് വെള്ളം വരാത്തത്. അപ്പൊ ഞാൻ ബേസ്മെന്റിൽ പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് താഴോട്ട് പോകുമ്പോൾ മോളാണെങ്കിൽ ഞാനും വരുന്നെന്ന് പറഞ്ഞ് പിന്നാലെ ചെല്ലുന്നുണ്ട്. എന്തായാലും ബേസ്മെന്റിൽ പോകുന്നതല്ലേ, അതുകൊണ്ട് തന്നെ വൈൻ ബോട്ടിൽ കൂടെ എടുത്തോണ്ട് വരാനായിട്ട് ഭാര്യ പറയുന്നുണ്ട്. അങ്ങനെ പോളും മോളും കൂടെ ബേസ്മെന്റിലോട്ട് പോവാണ്. പിന്നാലെ പൂച്ച കൂടെ വരുമ്പോൾ പോളാണെങ്കിൽ ആ പൂച്ചേനെ കൊണ്ടുപോകുന്നില്ല. കാരണം താഴെ ഒരു മീനുണ്ട്. ആ മീനെ ഈ പൂച്ച പിടിച്ച് തിന്നും. അതുകൊണ്ട് തന്നെ പൂച്ചേനെ പുറത്താക്കിയിട്ട് പോളും മോളും കൂടെ താഴോട്ട് ഇറങ്ങി പോവാണ്. മോള് പോയി മീനെ നോക്കുന്ന നേരത്ത് പോളാണെങ്കിൽ ഹീറ്റർ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് വെള്ളം വരാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പിന്നെ ഈ മോള് നോക്കുമ്പോൾ അച്ഛന്റെ തൊട്ടടുത്തായിട്ട് ഒരു ചിലന്തി ഇരിപ്പുണ്ട്. ആ ചിലന്തിയെ കൊല്ലാനായിട്ട് മോള് പോളിനോട് പറയുമ്പോൾ പോളാണെങ്കിൽ പറയും അതൊരു പാവം ജീവിയാണ്, അതിനെ കൊണ്ട് നമുക്ക് ഉപദ്രവമൊന്നും ഇല്ലല്ലോ, അതിനെ കൊണ്ട് ചിലപ്പോൾ ഉപയോഗം ഉണ്ടായേക്കാം, കാരണം കൊതുവിനെയൊക്കെ അത് പിടിച്ചു തിന്നും, അതുകൊണ്ട് അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞിട്ട് പോൾ ആ ജീവിനെ ഒന്നും ചെയ്യുന്നില്ല. പോളൊരു പാവപ്പെട്ട മനുഷ്യനാണ്, ആ ചിലന്തിനെ കൊല്ലുന്നില്ല. എന്തായാലും പോളിന്റെ മോളെ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും നല്ല കൂട്ടുകാരെ പോലെയാണ് പെരുമാറുന്നത്. മോളെ നല്ല രീതിയിൽ താലോലിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ മുകളിൽ വന്നിട്ട് ആഹാരമൊക്കെ പാകം ചെയ്തിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മയും മോളും കൂടെ ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങും. ഈ മോൾക്ക് സ്കൂളിൽ എന്തോ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കളിക്കുന്നതാണ്. അതിനുശേഷം മോൾ ഉറങ്ങിപ്പോകുന്നുണ്ട്. പിന്നീട് പോളും അതുപോലെ തന്നെ ഭാര്യയും കൂടെ ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ ഡാൻസ് ചെയ്ത് രണ്ടുപേരും കൂടെ തമ്മിൽ കിസ് ചെയ്യാണ്. പിന്നീട് അത് ബെഡ്റൂമിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അന്നത്തെ രാത്രി കടന്നു പോകുന്നുണ്ട്. പിറ്റേ ദിവസം ആവുമ്പോൾ തന്നെ പോള് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് കുളിക്കാനായിട്ട് പോവാണ്. പക്ഷെ കുളിക്കാനായിട്ട് ഷവറിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ പോളിന് എന്തോ പൊക്കം കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. ഷവറും പോളിന്റെ തലയായിട്ട് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്തോ ഒരു വ്യത്യാസം, പക്ഷെ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. പുറത്തോട്ട് വന്ന് അവന്റെ ഷർട്ടൊക്കെ എടുത്തിടുകയാണ്. എന്നാൽ ഷർട്ട് ഇടുമ്പോൾ ഷർട്ട് വലുതായതുപോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോ പോള് ചെറുതാവുന്നുണ്ടോ അതൊന്നും പോളിന് അറിയത്തില്ല. പക്ഷെ പോള് ഓരോ ഷർട്ടായിട്ട് മാറിയിടുമ്പോഴും അതങ്ങോട്ട് ശരിയാവുന്നില്ല. വലിയ ഷർട്ട് ഇടുന്നത് പോലെയാണ് പോളിന് തോന്നുന്നത്. എന്തായാലും പോളിന് തോന്നിയതാണെന്ന് വിചാരിച്ച് പോള് കയ്യിൽ കിട്ടിയ ഷർട്ട് ഇട്ടിട്ട് ജോലിക്ക് പോവാണ്. ഭാര്യയ്ക്കും ജോലിയുണ്ട്, ഭാര്യയും ജോലിക്ക് പോകുന്നുണ്ട്. അന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോള് വീട്ടിൽ വരുന്നുണ്ട്. ഭാര്യ വന്നിട്ടുണ്ട്, മോളും വന്നിട്ടുണ്ട്. എല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. മോൾ അച്ഛനോട് ചോദിക്കും, അച്ഛാ ഇന്ന് എനിക്കൊരു കഥ പറഞ്ഞു തരുമെന്ന്. പക്ഷെ പോളാണെങ്കിൽ നാളെ പറഞ്ഞുതരാന്നാണ് പറയുന്നത്. എന്നാൽ മോള് പറയും ഇന്നലെ അച്ഛ ഇതന്നെ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ എനിക്കിന്ന് പറഞ്ഞു തന്നേ പറ്റത്തുള്ളെന്ന്. പക്ഷെ പോളിന് ഇന്ന് നല്ല ക്ഷീണമാണ്, എനിക്ക് വയ്യ മോളെ, നാളെ പറഞ്ഞുതരാന്ന് പറയുമ്പോൾ കുട്ടിയാണെങ്കിൽ പിണങ്ങി അവിടെ നിന്ന് മാറിപ്പോവാണ്. അതുകൊണ്ട് തന്നെ ഭാര്യ പറയും ഒന്ന് പറഞ്ഞു കൊടുക്കും മനുഷ്യ, ഇന്നലെ ആ കുട്ടീനെ പറഞ്ഞു പറ്റിച്ചതല്ലേ എന്ന്. അതുകൊണ്ട് തന്നെ പോള് മോൾക്ക് വന്ന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. കഥയൊക്കെ പറഞ്ഞിട്ട് മോളോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പക്ഷെ മോളാണെങ്കിൽ കട്ടിൽ നിന്ന് താഴെ ഇറങ്ങി കിടക്കാണ്. പോള് വന്നിട്ട് കുട്ടീനെ പൊക്കിയെടുത്ത് കളിപ്പിച്ചിട്ട് കട്ടിൽ കിടത്തുന്നുണ്ട്. സാധാരണ അച്ഛനും മക്കളൊക്കെ കളിക്കുന്നത് പോലെ. പിന്നീട് പോളാണെങ്കിൽ ഭാര്യയുടെ അടുത്ത് പോയി കിടക്കുന്നുണ്ട്. അന്നത്തെ രാത്രിയും കടന്നു പോകുന്നുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ പോള് ജോലിക്ക് പോകാനായിട്ട് ഡ്രസ്സൊക്കെ എടുത്തിടാണ്. പക്ഷെ ഡ്രസ്സ് ഇടുമ്പോൾ ആ ഡ്രസ്സ് ഇത്തിരി കൂടെ ചെറുതായതുപോലെ പോളിന് തോന്നുന്നുണ്ട്. അവന്റെ ഷർട്ട് എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് അളവായിരിക്കും, പക്ഷെ ഇതങ്ങോട്ട് അളവാവുന്നില്ല. ആ ഷർട്ട് വലുതായതുപോലെ. ഭാര്യയോട് ഈ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം നന്നായിട്ട് കഴിക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഉണങ്ങിപ്പോയതായിരിക്കും, നമുക്ക് ഹോസ്പിറ്റലിൽ പോയെന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് പോളിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അവിടെ വന്ന് ചെക്കപ്പ് എടുക്കുകയാണ്. പോളിന്റെ ഹൈറ്റ് അളന്ന് നോക്കുന്നുണ്ട്. അളന്ന് നോക്കുമ്പോൾ അവന് 176 സെന്റിമീറ്ററേ ഉള്ളൂ. ഡോക്ടർ ഈ കാര്യം പറയുമ്പോൾ പോള് ഞെട്ടിപ്പോവാണ്. പോളിന് 180 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു, പക്ഷെ 4 സെന്റിമീറ്റർ ഇപ്പൊ കാണാനില്ല. അത് ഡോക്ടറിനോട് പറയുമ്പോൾ പേടിക്കാനൊന്നുമില്ല, പ്രായമാവുന്ന അനുസരിച്ച് പൊക്കം കുറയുമെന്ന് പറയും. പക്ഷെ 4 സെന്റിമീറ്റർ ഒന്നും കുറയത്തില്ല, 1-2 സെന്റിമീറ്റർ ഒക്കെ ചിലപ്പോൾ കുറയാം. പോളിനും ആകെ കൺഫ്യൂഷൻ ആണ്. ഒന്നും അറിയാൻ പാടില്ലാതെ അവൻ അവന്റെ കാറും എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഭാര്യ ജോലിക്ക് എന്തോ പോയിട്ടുണ്ട്, ഭാര്യനെ കൊണ്ടുപോകുന്നില്ല. പിന്നീട് പോളാണെങ്കിൽ നേരെ ചെല്ലുന്നത് ജോലി ചെയ്യാനായിട്ടാണ്. അവിടെ ചെന്ന് ബോട്ടിന്റെ വർക്ക്ഷോപ്പ് ഒക്കെ നോക്കാണ്. അവിടെ നിന്ന് ഒരു ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കുമ്പോൾ അതങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. സാധാരണ അതൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് തലയിൽ ഇരിക്കേണ്ടതാണ്, പക്ഷെ പോളിന്റെ തലയിൽ ഇപ്പൊ അത് കറക്റ്റ് ആവുന്നില്ല. പോളിന് എന്തോ പറ്റിയിട്ടുണ്ട്, അത് പോളിന് അറിയത്തുമില്ല. അന്ന് രാത്രി പോള് വീട്ടിൽ തിരിച്ചു വരുന്നുണ്ട്. ഭാര്യയുടെ അടുത്ത് വന്ന് കിടക്കാണ്. ഇപ്പൊ അവന്റെ മനസ്സൊന്നും ഇവിടെ അല്ല, അവൻ എന്തോ പറ്റിയെന്നാണ് പോള് ചിന്തിക്കുന്നത്. ഇതേ നേരം തന്നെ പോളിന്റെ മോളെ കാണിക്കുകയാണെങ്കിൽ മോൾക്കൊരു കുഞ്ഞു വീടുണ്ട്, പാവകൾക്കൊക്കെ ഉണ്ടാക്കുന്ന ചെറിയൊരു വീട്. അതൊക്കെ വെച്ച് മോള് കളിക്കുന്നുണ്ട്. വീണ്ടും പോളിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ പോളിന് ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് വന്നിരുന്ന് വർക്കൗട്ട് ചെയ്യാണ്. കുറച്ച് കഴിയുമ്പോൾ ഭാര്യ കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. പോളിനെ അവിടെ കാണാത്തത് കൊണ്ട് തന്നെ പോളിനെ തിരക്കി വന്നെയാണ്.
എന്താ പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോളിനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. പക്ഷെ പോൾ ഉറക്കം വരുന്നില്ല, എനിക്കെന്തോ എന്റെ ഹൈറ്റ് കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭാര്യ നിനക്ക് തോന്നിയാണ് ഇപ്പൊ വന്ന് കിടന്നേന്ന് പറഞ്ഞിട്ട് പോളിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ പോള് കുളിക്കാനായിട്ട് പോവാണ്. എന്നാൽ കുളിക്കാനായിട്ട് പോകുമ്പോൾ പോളിന് കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. കാരണം ഷവറും തലയായിട്ട് നല്ല വ്യത്യാസമുണ്ട്. പെട്ടെന്നായിരിക്കും അവന്റെ കയ്യിൽ കിടന്ന വെഡ്ഡിംഗ് റിങ് താഴെ ചെന്ന് വീഴുന്നത്. അതായത് വിരളിൽ നിന്ന് ഊരി താഴെ ചെന്ന് വീഴുന്നത്. സാധാരണ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് മോതിരം വലുതായിട്ട് താഴെ ചെന്ന് വീഴത്തൊന്നുമില്ലല്ലോ. അങ്ങനെ പോളാണെങ്കിൽ ആ ഒരു വെഡ്ഡിംഗ് റിങ് എടുത്തിട്ട് നേരെ ഭാര്യനെ വന്ന് കാണാം. ഭാര്യനെ വന്ന് കാണുമ്പോൾ വേറൊരു ടെസ്റ്റ്. അതായത് പോളിന് യഥാർത്ഥത്തിൽ പൊക്കം കുറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞ് ഭാര്യയെക്കാട്ടിയും ചെറുതായി. നേരത്തെ ഭാര്യയെക്കാട്ടിയും ഒരുപാട് ഉയരത്തിലല്ലായിരുന്നോ, അല്ലെങ്കിൽ നല്ല ഹൈറ്റില്ലായിരുന്നോ, എന്നാൽ ഇപ്പൊ ഭാര്യയെക്കാട്ടിയും ചെറുതായി. ഇത് കാണുന്ന ഭാര്യയ്ക്കും എന്തോ പോലെ തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വരികയാണ്. അവിടെ ഒന്ന് സ്കാനൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്കാനിങ് റിപ്പോർട്ട് ഡോക്ടർ പരിശോധിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. പോളിന് ഇപ്പൊ ആകെ 164 സെന്റിമീറ്ററേ ഉള്ളൂ. അവൻ നേരത്തെ 180 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സ്കെയിലിന്റെ വലുപ്പമില്ലേ, അത്രയും പൊക്കം അവന് കുറഞ്ഞിട്ടുണ്ട്. അത്രയും പൊക്കം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൊക്കമാണ്. ഇപ്പൊ ഇതെങ്ങനെ സംഭവിച്ചെന്ന് പോളിന് അറിയത്തില്ല. സാധാരണ ഒരു മനുഷ്യന് ഇത്രയും പൊക്കമൊന്നും കുറയത്തില്ല, അല്ലെങ്കിൽ പൊക്കം വെച്ചാൽ തന്നെ കുറയത്തില്ല. പ്രായത്തിനനുസരിച്ച് 1-2 സെന്റിമീറ്റർ കുറയും, എന്നാൽ ഇതുപോലെയൊന്നും കുറയത്തില്ല. ഡോക്ടറും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേസ് കണ്ടുപിടിച്ചേക്കുന്നത്. ഇതിനു മുമ്പ് ഒരു മനുഷ്യന് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടറിനും എന്ത് ചികിത്സ കൊടുക്കണമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ പോളിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി പോള് ഹോസ്പിറ്റലിൽ കിടന്നുറങ്ങുമ്പോൾ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എണീക്കുകയാണ്. പക്ഷെ പോളിന് ഹോസ്പിറ്റലിൽ കിടക്കാനായിട്ട് വയ്യ. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോവും. അവന് തന്നെ അറിയാം ഇങ്ങനെ ഒരു അസുഖം അവനുണ്ടെന്ന് അറിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാരും അവനൊരു പരീക്ഷണ വസ്തുവായിട്ട് ഉപയോഗിക്കും. സാധാരണ ഒരു മനുഷ്യനും വരാത്ത അസുഖമാണ് അവന് വന്നിരിക്കുന്നത്. ഇതിപ്പോ അസുഖമാണോ എന്ന് പോലും അറിയത്തില്ല. നേരെ ചെല്ലുന്നത് അവന്റെ വീട്ടിലാണ്. അങ്ങനെ കുറെ അധികം ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. പോളാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഭാര്യയാണെങ്കിൽ വീട് വിൽക്കാനുള്ള തിരക്കിലാണ്. കാരണം ഇവിടുത്തെ ഓർമ്മകളൊക്കെ വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് പോയി ജീവിക്കാന്നാണ് ഭാര്യ പറയുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ പോളിനെ ഇപ്പൊ കാണിക്കുകയാണെങ്കിൽ പോള് ചെറുതായി ഒരു സോഫയെ കാട്ടിയും ചെറുതായിട്ടുണ്ട്. നമ്മുടെ ഒരു പൂച്ചക്കുട്ടിയോ അല്ലെങ്കിൽ നായ്ക്കുട്ടിയോ ഒക്കെ ഇല്ലേ, അത്രയും ചെറുതായിട്ടുണ്ട് പോള്. ഇപ്പൊ ഭാര്യയാണെങ്കിൽ പോളിന്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ഈ ഒരു സ്ഥലമൊക്കെ വിട്ടു പോവാം, അതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കുക എന്ന് പറയുമ്പോൾ പോള് കേൾക്കത്തില്ല. കാരണം പോളിന് ഒരു ലാബിലെ റാറ്റ് ആവാനായിട്ട് മനസ്സില്ല. അതായത് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി ഇനി സയന്റിസ്റ്റുമാര് ഓരോന്നൊക്കെ പോളിന്റെ ദേഹത്ത് നിന്ന് കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ പോളിന് ഒരു എക്സ്പെരിമെന്റ് വസ്തു ആക്കും അവര്. അപ്പൊ പോളിന് ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യമില്ലെന്നാണ് പോള് പറയുന്നത്. പക്ഷെ ഭാര്യയും അതുപോലെ തന്നെ പോളും കൂടെ വഴക്കാവുന്നുണ്ട്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാതെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഭാര്യ വഴക്കിട്ടിട്ട് അവിടെ നിന്ന് പോവാണ്. അതുപോലെ വഴക്കിട്ട് പോണേന് മുമ്പ് അവിടെ തന്നെ പൂച്ച ഇരിപ്പുണ്ട്. ഇവര് വളർത്തുന്ന ആ പൂച്ചയിലെ പോളിന്റെ സൈസ് വെച്ച് ആ പൂച്ച പോളിനെ ഉപദ്രവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യ ആ പൂച്ചനെ പിടിച്ച് പുറത്താക്കുന്നുണ്ട്. പിന്നെയും കുറെ അധികം ദിവസങ്ങൾ കടന്നു പോവാണ്. പൂച്ച പുറത്താണ്. പൂച്ചനെ ഇപ്പൊ അകത്ത് കയറ്റാറില്ല. പോളിന് എന്തെങ്കിലും അപകടം പറ്റിയാലോ ആ പൂച്ചനെ അകത്ത് കയറ്റിയാല് ജീവിയല്ലേ, എന്താ ഇപ്പൊ ചെയ്യാന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പോള് വീട്ടിനുള്ളിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാവട്ടെ പുറത്ത് ആരോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. വീടിനുള്ളിലോട്ട് ആരോ കയറി വരുന്നത് പോലെ പോളിന് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ പോൾ എത്രയും പെട്ടെന്ന് അവിടെ ഓടാനായിട്ട് തുടങ്ങും. പോള് പ്രതീക്ഷിച്ചത് ശരിയായിരുന്നു. കുറെ അധികം ആൾക്കാർ വീട്ടിനുള്ളിലോട്ട് കയറി വന്നിട്ടുണ്ട്. ഈ വീട് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങാൻ വന്ന ആൾക്കാരാണത്. പക്ഷെ പോളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓടിയിട്ട് കട്ടിലിന്റെ അടിയിൽ വന്ന് ഒളിച്ചിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ വന്ന ആൾക്കാർ പോൾ ഒളിച്ച കട്ടിലിന്റെ അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ അവര് നടക്കുമ്പോൾ നല്ല രീതിയിൽ ശബ്ദം ഉണ്ടാകുന്നുണ്ട്. അത് പോളിന് ഒരുപാട് പേടിയാവുന്നുണ്ട്. കാരണം പോള് കുഞ്ഞതായത് കൊണ്ട് തന്നെ ആ ചെറിയ ശബ്ദം വരെ അവന് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. നല്ല രീതിയിൽ ചെവി വേദനയൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ വന്ന ആൾക്കാർ അവിടെ നിന്ന് പോവാണ്. പിന്നീട് ഭാര്യ കൂടെ വീട്ടിൽ വരുന്നുണ്ട്. പോളാണെങ്കിൽ ഭാര്യനെ കണ്ടിട്ട് ചീത്ത പറയാനായിട്ട് തുടങ്ങും. ഇത് ഞാൻ കഷ്ടപ്പെട്ട് വെച്ച വീടാണ്, ഇത് വിൽക്കാനായിട്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പോള് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഭാര്യയാണെങ്കിൽ തിരിച്ചും ദേഷ്യപ്പെടുകയാണ്. അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് പോളിന്റെ മോള് ആകെ വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. സ്വന്തം അച്ഛൻ ചെറുതായി നല്ല രീതിയിൽ ചെറുതായിട്ടുണ്ട്. ഒരു പൂച്ചയേക്കാൾ ചെറുതായിട്ടുണ്ട്. ഇതിപ്പോ പോളിന് എന്ത് അസുഖമാണ് ബാധിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെറുതാവുന്നത്, എങ്ങനെ ഇത് മാറ്റാം ഒന്നും അറിയത്തില്ല. വലിയൊരു മനുഷ്യനാണ് ചെറുതായി ഇങ്ങനെ മാറിയത്. വീണ്ടും ദിവസങ്ങൾ കടന്നു പോവാണ്. മോളാണെങ്കിൽ പോളിനെ കൊണ്ടുവന്നിട്ട് മോൾക്ക് ഒരു കുഞ്ഞു വീടുണ്ടല്ലോ അവിടെ ആക്കുന്നുണ്ട്. പോളിന്റെ സെയിം സൈസാണ്. അവിടെ തന്നെ ഒരു പാവക്കുട്ടിയൊക്കെ ഉണ്ട്. ആ പാവക്കുട്ടീനെയൊക്കെ എടുത്ത് പോൾ ഡാൻസ് കളിച്ച് മോളെ സന്തോഷപ്പെടുത്തുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ മോൾക്ക് സന്തോഷം വരുന്നുണ്ട്, എന്നാൽ ഉള്ളിൽ ചെറിയൊരു വിഷമാവുന്നുണ്ട്. എന്നിട്ട് ഈ മോളാണെങ്കിൽ അച്ഛനോട് കളിക്കാനായിട്ട് നമ്മുടെ പോളിനോട് നല്ല രീതിയിൽ മോൺസ്റ്റർ അലറുന്നത് പോലെ, അതായത് ഒരു ഭീകരജീവി അലറുന്നത് പോലെ അലറും. പക്ഷേ അത് നമ്മുടെ പോളിന് താങ്ങാനായിട്ട് പറ്റുന്നില്ല. അവന്റെ ചെവിയെല്ലാം നല്ല രീതിയിൽ വേദന എടുക്കുകയാണ്. മോളോട് നിർത്താനായിട്ട് പറയും. മോൾക്കും പിന്നീടാണ് മനസ്സിലാവുന്നത് അച്ഛനത് താങ്ങാൻ പറ്റത്തില്ല, മോള് ചെയ്ത കാര്യം തെറ്റാണെന്ന്. ഇപ്പൊ പോളിനാണെങ്കിൽ വന്ന് വീട്ടിലെ ചെറിയ കാര്യം പോലും, ചെറിയ ശബ്ദം പോലും താങ്ങാനായിട്ട് പറ്റുന്നില്ല. നല്ല രീതിയിൽ ചെവി വേദന അതുപോലെ മയക്കമൊക്കെ അവന് തോന്നുന്നുണ്ട്. അന്ന് രാത്രി പോളാണെങ്കിൽ ആകെ വിഷമിച്ച് ഭാര്യ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ചെല്ലുകയാണ്. ഭാര്യ കട്ടിലിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ ഭാര്യ ഉറങ്ങിയിട്ടൊന്നുമില്ല. പോളിനെ ഭാര്യ കാണുന്നുണ്ട്. പതിയെ പോളിന് നേരെ കൈ നീട്ടാണ്. പിന്നീട് എന്ത്
സംഭവിച്ചെന്ന് നമുക്കറിയത്തില്ല, നമ്മളെ കാണിക്കുന്നില്ല. കട്ട് ചെയ്താൽ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ഇപ്പൊ പോളാണെങ്കിൽ തറയിലിരുന്നിട്ട് കുറെ മുട്ടുസൂചിയും അതുപോലെ തന്നെ പിന്നൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ റെഡിയാക്കുകയാണ്. അന്നേരമായിരിക്കും പുറത്താക്കിയ പൂച്ചയാണെങ്കിൽ ഡോറിലിട്ട് കൊട്ടാനായിട്ട് തുടങ്ങുന്നത്. ഈ പൂച്ചയ്ക്ക് കയറി വരാനായിട്ട് ഡോറിന് താഴെ തന്നെ ചെറിയൊരു ഡോറ് പോലത്തെ സംഭവമുണ്ട്. അത് പൂട്ടിയിട്ടിരുന്നതാണ് ഭാര്യ. പക്ഷെ ഇപ്പൊ പൂച്ച തട്ടി തട്ടി അതങ്ങ് തുറക്കാണ്. പൂച്ച അകത്തോട്ട് കയറി വന്നിട്ടുണ്ട്. പോൾ ഇത് കണ്ട് ആകെ പേടിച്ചു പോവാണ്. ഈ പൂച്ച പോളിന് എന്തെങ്കിലും ചെയ്താലോ? പോൾ പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് താഴെ വീഴും. താഴെ തന്നെ കുറെ മുട്ടുസൂചിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് പോളിന്റെ വയറിൽ കുത്തി കയറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതൊക്കെ വയറ്റിൽ നിന്ന് എടുത്ത് മാറ്റാണ്. പോൾ അവന്റെ ഷർട്ട് ഊരി നോക്കുമ്പോൾ വയറ്റിൽ വലിയൊരു മുറിവായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പൂച്ചയാണെങ്കിൽ പോളിനെ ആക്രമിക്കാൻ വരുന്നുണ്ട്. പോൾ താഴ്ന്ന് വലിയൊരു മുട്ടുസൂചി എടുക്കുന്നുണ്ട്. നമുക്ക് ചെറുതാണെങ്കിലും പോളിന് വലിയൊരു മുട്ടുസൂചിയാണത്. അതെടുത്തിട്ട് ഈ പൂച്ചയ്ക്ക് നേരെ കാണിക്കുമെങ്കിലും പൂച്ച ആക്രമിക്കാനായിട്ട് വരുമ്പോൾ പോള് അവിടെ നിന്ന് ഓടുകയാണ്. നല്ല വേഗതയിൽ ഓടുന്നുണ്ട്. അവിടെ തന്നെ ബേസ്മെന്റിന്റെ ഡോറുണ്ട്. അവിടെ ചെറിയൊരു വിടവുണ്ടായിരുന്നു. അതുവഴി എങ്ങനെയൊക്കെ ഞെരങ്ങി അപ്പുറത്തെത്തുന്നുണ്ട്. പക്ഷെ ഈ പൂച്ചയാണെങ്കിൽ പിന്നാലെ വന്നിട്ട് കൈ വെച്ച് പോളിനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. ഇത് പോള് പ്രതീക്ഷിച്ചില്ലായിരുന്നു. പോൾ ഇത് കണ്ട് പേടിച്ച് ബാലൻസ് തെറ്റിയിട്ട് ആ ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് താഴെ ചെന്ന് വീഴുകയാണ്. താഴെ എന്തൊക്കെയോ ബോക്സോ അങ്ങനത്തെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ മുകളിലാണ് പോള് വന്ന് വീഴുന്നത്. അതിന്റെ മുകളിൽ വന്ന് വീണത് കൊണ്ട് തന്നെ പോളിനൊന്നും പറ്റിയില്ല. പിന്നെ അവന്റെ മുട്ടുസൂചി ഉണ്ടല്ലോ, അത് തെറിച്ച് താഴെ വന്ന് വീണിട്ടുണ്ട്. പിന്നീട് കുറെ കഴിയുമ്പോഴായിരിക്കും പോളിന് ബോധം വരുന്നത്. ബോധം വരുമ്പോൾ ഭാര്യയൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. ഭാര്യയ്ക്ക് അവൻ നേരത്തെ ഊരിക്കളഞ്ഞ ആ ഒരു ഷർട്ട് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ചോരക്കാറ പറ്റിയിരിപ്പുണ്ട്. അതും എടുത്തിട്ട് നേരെ ബേസ്മെന്റിൽ വന്നേക്കാണ്. പോളിന് അവിടെ എല്ലാം അന്വേഷിക്കും. പക്ഷെ പോള് നല്ല രീതിയിൽ നിലവിളിയുന്നുണ്ടെങ്കിലും ഭാര്യയ്ക്ക് കേൾക്കുന്നില്ല. അവൻ നല്ല ചെറുതായതുകൊണ്ട് തന്നെ ശബ്ദമൊന്നും വരുന്നില്ല. എന്നാൽ ആ പൂച്ചയാണെങ്കിൽ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. പോൾ ആ പൂച്ചനെ നോക്കി കൈയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഭാര്യയാണെങ്കിൽ ഈ പൂച്ചനോട് ദേഷ്യം തോന്നിയിട്ട് പൂച്ചനെ അവിടെ നിന്ന് അടിച്ചോടിച്ച് കളയാണ്. പിന്നാലെ തന്നെ ഭാര്യയും കയറി പോകുന്നുണ്ട്. ഭാര്യ എന്താ വിചാരിക്കുന്നത്? പൂച്ച പോളിനെ കൊന്നു കളഞ്ഞു എന്നാണ്. ഭാര്യ കയറിപ്പോയല്ലോ, എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ പോളാണെങ്കിൽ ആ പെട്ടിയിൽ തന്നെ കിടക്കുകയാണ്. അവന് നല്ല രീതിയിൽ തണുക്കുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് മൂടുന്നുണ്ട്. പക്ഷെ രാത്രിയായപ്പോൾ വീണ്ടും തണുപ്പ് കൂടുകയാണ്. അത് വെച്ച് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. ആ പെട്ടിയിൽ തന്നെ എന്തൊക്കെ തുണി ഉണ്ടായിരുന്നു. ആ തുണി എടുത്ത് ആ പെട്ടിയിൽ അടിച്ചു വെച്ചിരുന്ന ഒരു ആണി ഉണ്ടായിരുന്നു. ആ ആണിയിൽ കുത്തി കയറ്റിയിട്ട് ചെറിയൊരു ഹോള് പോലെ ആക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു ഷർട്ട് പോലെ എടുത്തിടുകയാണ്. ഇപ്പൊ കുറച്ച് തണുപ്പിനൊക്കെ ആശ്വാസമുണ്ട്. അതുപോലെ തന്നെ അവനൊരു ഹോള് കണ്ടുപിടിക്കുന്നുണ്ട്. ആ പെട്ടിക്കുള്ളിലുള്ള ചെറിയൊരു ഹോള്. ആ ഹോള് വഴി പുറത്തോട്ടിറങ്ങാൻ പറ്റുന്നുണ്ട്. അവൻ അതുവഴി പുറത്തോട്ടിറങ്ങാണ്. അവന്റെ കയ്യിൽ തന്നെ ആ ഒരു മുട്ടുസൂചിയുണ്ട്. അവൻ അതൊരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. അത് എടുത്തോണ്ട് വന്നിട്ട് പുറത്തോട്ട് വരുമ്പോൾ അവിടെ ഹീറ്ററില്ലേ, ആ ഹീറ്ററിന്റെ പൈപ്പിൽ നിന്ന് ചെറിയ രീതിയിൽ വെള്ളത്തുള്ളികൾ ലീക്ക് ആവുന്നുണ്ട്. ഇപ്പോ പൗളിനാണെങ്കിൽ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. വിശപ്പ് മാത്രമല്ല ദാഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു തിണ്ണ ഉണ്ടായിരുന്നു. അതായത് ഇത്തിരി പൊക്കമുള്ള ഒരു സ്ഥലം. അതിലെങ്ങനെയൊക്കെ വലിഞ്ഞു കയറുകയാണ്. കയറി ഹീറ്ററിന്റെ അടുത്ത് വരുന്നുണ്ട്. വെള്ളം തുള്ളിത്തുള്ളിയായിട്ട് വീഴുമ്പോൾ അത് കയ്യിൽ പിടിച്ച് കുടിക്കുകയാണ്. ദാഹം മാറുന്നവരെ കുടിക്കുന്നുണ്ട്. പിന്നീട് അവന്റെ ഡ്രസ്സൊക്കെ ഊരിക്കളഞ്ഞിട്ട് അവൻ കുളിക്കാനായിട്ട് ആ ഒരു വെള്ളത്തുള്ളിയുടെ താഴെ അങ്ങനെ നിൽക്കുന്നുണ്ട്. വെള്ളത്തുള്ളി വീഴുന്നതനുസരിച്ച് അവന്റെ ദേഹത്തുള്ള പൊടിയും അതുപോലെ തന്നെ അഴുക്കും രക്തക്കറയും പോകുന്നുണ്ട്. പിന്നീട് അന്നത്തെ രാത്രി പോള് കുളിച്ചു കഴിഞ്ഞിട്ട് അവന്റെ കിട്ടിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം തന്നെ പോള് എന്തോ ശബ്ദം കേട്ടിട്ടാണ് എണീക്കുന്നത്. എണീറ്റ് നോക്കുമ്പോൾ ഭാര്യയും മോളും സംസാരിക്കുന്ന ശബ്ദമാണ്. രണ്ടുപേരും കൂടി വീട്ടിൽ നിന്ന് പോകാനായിട്ട് പോവാണ്. കാരണം പോള് മരണപ്പെട്ടെന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോളിന്റെ ഓർമ്മകളൊന്നും ഇനി വരാതിരിക്കാനായിട്ട് വീട് വിട്ടു പോവാണ്. ഈ ഒരു കാര്യം പോള് കേൾക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റെപ്പിന്റെ താഴെ ചെന്നിട്ട് അവരെ വിളിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ പോള് കുഞ്ഞല്ലേ, എത്ര നിലവിളിച്ചാലും അവർക്കത് കേൾക്കാനായിട്ട് പറ്റത്തില്ല. എന്തായാലും ഭാര്യയും മോളും കൂടെ കാർ എടുത്ത് പോകുന്ന ശബ്ദം പോള് കേൾക്കാണ്. പോളിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി. കഴിക്കാനായിട്ട് ഫുഡില്ല, കുടിക്കാനായിട്ട് വെള്ളമില്ല. എങ്ങനെ അവൻ സർവൈവ് ചെയ്യും ഒന്നും അവൻ അറിയത്തില്ല. പിന്നീട് പോളാണെങ്കിൽ ഭാര്യയും മോളും പോയ വിഷമത്തില് അവിടെ എല്ലാം അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് അവൻ അവിടെ നിന്ന് ഒരു ചോക്ക് കിട്ടുന്നുണ്ട്. ആ ചോക്ക് എടുത്തോണ്ട് വന്നിട്ട് സ്റ്റെപ്പിന്റെ താഴെയായിട്ട് അവന്റെ പേരെഴുതി വെക്കുകയാണ്. ഒരുപാടധികം കഷ്ടപ്പെട്ടിട്ടാണ് അവൻ എഴുതുന്നത്. ആ ചോക്കിന് തന്നെ നല്ല വലിപ്പമുണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. കാരണം പോള് കുഞ്ഞാണ്. ഇതിനുശേഷം പോളാണെങ്കിൽ വീണ്ടും അവിടെ എല്ലാം അന്വേഷിച്ച് നടക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അന്വേഷിച്ച് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ആയിട്ട് ഒരു ഭക്ഷണ സാധനം കാണുന്നുണ്ട്. കുറച്ച് വലിയ പീസ് ചീസാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ഈ എലീനെയൊക്കെ പിടിക്കാനുള്ള ട്രാപ്പിലാണ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ അവിടെ കുറെ ഉറുമ്പുകളുണ്ട്. ഈ ഉറുമ്പുകൾ ചീസ് തിന്നോണ്ടിരിക്കുകയാണ്. പോള് ചെന്നിട്ട് ആ ഉറുമ്പിനെയൊക്കെ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. പിന്നീട് അവൻ ആ ചീസ് എടുക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷെ ട്രാപ്പിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഉള്ള ഒരു ആണി എടുത്തിട്ട് ആ ട്രാപ്പിന് നേരെ എറിയും. പക്ഷെ ട്രാപ്പിൽ പോയി വീണെങ്കിലും ട്രാപ്പ് അഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും പതിയെ ആ ഒരു ആണി എടുക്കുകയാണ്. ട്രാപ്പിന്റെ അറ്റത്ത് കൊണ്ടുവന്ന് ആ ഒരു ആണി എറിയുന്ന നേരത്തെ ആ ട്രാപ്പ് ഒറ്റ അടിയാണ്. പക്ഷെ പോളിനൊന്നും പറ്റുന്നില്ല. പോള് പേടിച്ചിട്ട് പിന്നിലോട്ട് മാറിയതാണ്. പിന്നീട് അവൻ ആ ചീസ് എടുത്ത് തിന്നുന്നുണ്ട്. നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് അവൻ വിശപ്പടക്കാണ്. ഇപ്പൊ പോളാണെങ്കിൽ അവിടെ നിന്ന് ചീസ് കഴിക്കുന്ന നേരത്ത് വലിയൊരു ചെലന്തി, നേരത്തെ അവൻ കൊല്ലണ്ടെന്ന് പറഞ്ഞ ആ ചെലന്തികള്, അത് അവന്റെ നേരെ അവനെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ അവനാണെങ്കിൽ അവന്റെ ഇരുന്ന് മുട്ടുസൂചി എടുത്തിട്ട് ആ ഒരു ചെലന്തിനെ നോക്കി വീശാനായിട്ട് തുടങ്ങും. ശബ്ദം ഉണ്ടാക്കി അതിനെ പേടിപ്പിക്കുകയാണ്. ആ ചെലന്തി നല്ല രീതിയിൽ പേടിക്കുന്നൊന്നുമില്ല. നിന്നെ പിന്നെ എടുത്തോളാം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇതിനുശേഷം പോളാണെങ്കിൽ ആ ആണി എടുത്തോണ്ട് വന്നിട്ട് അവിടെ തന്നെ
ഒരു കാർഡ്ബോർഡ് ഇരിപ്പുണ്ട്. അത് കുത്തിപ്പൊളിക്കാനായിട്ട് തുടങ്ങും. കാരണം ആ കാർഡ്ബോർഡിനുള്ളിൽ കുറേയധികം ഉപകാരപ്രദമായിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ കാർഡ്ബോർഡ് കുത്തിപ്പൊളിക്കാൻ നോക്കിയിട്ട് പറ്റുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒരടപ്പിൽ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ വെള്ളം മുക്കി ആ ഒരു കാർഡ്ബോർഡിൽ തുടച്ചതിന് ശേഷം വീണ്ടും ആണിയിട്ട് കുത്താണ്. ഇത് പേപ്പർ ആയതുകൊണ്ട് തന്നെ വെള്ളം നനയുമ്പോൾ ഇത് കട്ടി കുറയും. അങ്ങനെ പോൾ അത് കുത്തിപ്പൊളിക്കുന്നുണ്ട്. അകത്ത് കയറി നോക്കുമ്പോൾ കുറേയധികം ബുക്കുകളുണ്ട്. പിന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പെട്ടിക്കുള്ളിൽ തന്നെ ഒരു തീപ്പെട്ടി കാണുന്നുണ്ട്. പക്ഷെ അത് എടുക്കാനായിട്ട് പറ്റുന്നില്ല. അത് ഇത്തിരി അധികം അകലെയാണ്. അതുപോലെ തന്നെ കുറേയധികം ബുക്കുകളൊക്കെ കിടക്കുന്നുണ്ട്. അതിന്റെ ഇടയിലോട്ട് കയറാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ പോൾ ആണെങ്കിൽ ഓരോ സാധനങ്ങളായിട്ട് പറക്കി മാറ്റി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഈ ബോക്സിനകത്ത് കിടക്കുവാണെങ്കിൽ സേഫ് ആയിട്ട് അവന് കിടക്കാൻ പറ്റും. ആ ചെലന്തി വന്ന് ആക്രമിക്കുന്നതൊന്നുമില്ലല്ലോ ഈ ബോക്സിൽ കിടക്കുവാണെങ്കിൽ. കുറേയധികം സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ മറവിൽ ഒളിച്ചിരിക്കാനായിട്ട് പറ്റും. പിന്നീട് കുറച്ച് ദിവസം പോൾ ആണെങ്കിൽ അവിടെ തന്നെ താമസിക്കുകയാണ്. ചീസ് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളമുണ്ട്. പിന്നെ അവിടെ നിന്ന് കിട്ടിയ തുണിയൊക്കെ എടുത്ത് എന്തൊക്കെ ഡ്രസ്സായിട്ടൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം പോൾ അവിടെ ഇരിക്കുമ്പോഴായിരിക്കും ഭാര്യയും മോളും വീട്ടിൽ വന്നിരിക്കുന്നത്. മോളുടെ എന്തോ ഒരു പാവയും കണ്ട് എടുക്കാൻ വന്നിരിക്കുകയാണ്. പോളിന് ഇത് മനസ്സിലായി. എത്രയും പെട്ടെന്ന് തന്നെ പോള് ആ സ്റ്റെപ്പിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് വിളിച്ചു പറയും. പക്ഷെ ഭാര്യയും മോളും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു മുട്ടുപിന്നും അതുപോലെ തന്നെ വേറെ എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം കൂടെ എടുത്തിട്ട് രണ്ടും കൂടി ഇട്ട് അടിച്ച് ശബ്ദം ഉണ്ടാക്കുകയാണ്. പോളിന് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുമെങ്കിലും ഭാര്യയ്ക്കും മോൾക്കൊന്നും അത് കേൾക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയും മോളും കൂടെ പാവ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. പോളിന് ഇതോടാകുമ്പോൾ ഒരുപാടധികം പ്രതീക്ഷ നഷ്ടപ്പെടുന്നുണ്ട്. പോൾ ഓരോ ദിവസവും ചെറുതായി വരുവാണ്. ചിലപ്പോൾ ചെറുതായി മനുഷ്യന് കാണാൻ പറ്റാത്തൊരു അളവിൽ എത്തിയേക്കാം. അങ്ങനെ പോളാണെങ്കിൽ ആകെ വിഷമം മാറ്റാനായിട്ട് അവിടെ തന്നെ കുറേയധികം വൈനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ആ വൈൻ്റെ അടപ്പ് മുട്ടുപിൻ വെച്ച് കുത്തിപ്പൊളിക്കും. എന്നിട്ട് എന്തോ വലിയൊരു ബക്കറ്റ് പോലത്തെ സാധനം എടുത്ത് അതിനകത്ത് വൈൻ പിടിച്ച് അവൻ കുടിക്കുകയാണ്. കുടിച്ചാൽ എന്താ ഫിറ്റായി ഒരു സ്ഥലത്തിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും അവന് ഛർദ്ദിക്കാൻ വരുന്നത്. അവൻ ഒരു സ്ഥലത്ത് പോയി നല്ല രീതിയിൽ ഛർദ്ദിക്കുന്നുണ്ട്. ഛർദ്ദിച്ച് മുകളിലോട്ട് നോക്കുമ്പോൾ ആ ചെലന്തിയാണെങ്കിൽ പോളിനെ നോക്കി അങ്ങനെ ഇരിപ്പുണ്ട്. പോളിന് ഇത് കാണുമ്പോൾ നല്ല ദേഷ്യമാവുന്നുണ്ട്. അതുപോലെ തന്നെ പോളിന്റെ സൈഡിലായിട്ട് ഒരു പാവക്കുട്ടി ഇരിപ്പുണ്ട്. അവന്റെ സൈസിലുള്ള ഒരു പാവക്കുട്ടി, ഒരു കുഞ്ഞു പാവ. അവനിപ്പം നല്ല ഫിറ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ആ പാവയോട് പറയും, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ പോയി ആ ഒരു ചെലന്തിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. ഇനി ഒരിക്കലും ആ ചെലന്തി നമ്മളെ ആക്രമിക്കാൻ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു മുട്ടുപിന്നും എടുത്ത് ചെലന്തിനെ ആക്രമിക്കാനായിട്ട് പോകുന്നുണ്ട്. ചെലന്തി ഉള്ളത് ആ ഒരു ഫിഷ് ടാങ്കിന്റെ മുകളിലാണ്. അവിടെ ചെറിയൊരു ഏണി പോലത്തെ സംഭവമുണ്ട്. അതുവഴി പോള് മുകളിലോട്ട് വലിഞ്ഞു കയറാനായിട്ട് തുടങ്ങും. അങ്ങനെ കയറി മുകളിലെത്താണ്. കൂടെ തന്നെ ആ മുട്ടുപിന്നും ഉണ്ട്. അങ്ങനെ ആ മുട്ടുപിന്നും എടുത്ത് മുകളിൽ ചെല്ലുമ്പോൾ ചെലന്തി അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ചെലന്തി ആണെങ്കിൽ പോളിനെ കണ്ടതും അവിടെ നിന്ന് മാറിപ്പോവാണ്. ഇത് കാണുന്ന പോൾ എന്താ വിചാരിക്കുക, ചെലന്തി പോളിനെ കണ്ടിട്ട് പേടിച്ച് മാറിപ്പോയെന്ന്. അതുകൊണ്ട് തന്നെ പോള് അവന്റെ കയ്യിലിരിക്കുന്ന മുട്ടുപിൻ താഴെ ഇട്ടിട്ട് അവിടെ നിന്ന് ചിരിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ നേരത്തെ പോയ ചെലന്തി ആണെങ്കിൽ അവന്റെ അടുത്തോട്ട് വീണ്ടും വരികയാണ്. അവൻ ആക്രമിക്കാനായിട്ട് വരികയാണ്. കയ്യിൽ മുട്ടുപിന്നുമില്ല. അവൻ അത് എടുക്കാനായിട്ട് താഴോട്ട് കുനിയുന്ന നേരത്തെ ഈ ചെലന്തി വീണ്ടും അടുത്തോട്ട് വരും. ആകെ പേടിച്ചിട്ട് പോള് താഴെയുള്ള ഫിഷ് ടാങ്കിൽ മറിഞ്ഞു വീഴാണ്. താഴെ തന്നെ ആ വലിയ ഗോൾഡ് ഫിഷ് ഉണ്ട്. ചിലപ്പോൾ ആ ഗോൾഡ് ഫിഷിനെ അവനെ കഴിക്കണമെന്ന് തോന്നിയാൽ കഴിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ആ ഗോൾഡ് ഫിഷ് അവനെ കഴിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പോളിന്റെ പേടിയെല്ലാം മാറ്റി വെച്ചിട്ട് പോള് അതുവഴി അങ്ങനെ നീന്താണ്. ആ വെള്ളത്തിലൂടെ അങ്ങനെ നീന്താണ്. പിന്നീട് മുകളിലോട്ട് കയറി വരുന്നുണ്ട്. മുകളിലോട്ട് കയറി വരുമ്പോൾ അവിടെ തന്നെ കുറേയധികം ഫിഷ് ഫുഡ് ഇരിപ്പുണ്ട്. പോൾ എന്താ ചെയ്യുന്നത്, ആ ഫുഡ് എടുത്തിട്ട് മീൻ ഇട്ട് കൊടുക്കും. നേരത്തെ പോള് ഫിഷ് ടാങ്കിന്റെ അകത്ത് വന്നിട്ട് ആ മീൻ അവനെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. അതിന് നന്ദിയായിട്ട് കുറച്ചധികം ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോളാണെങ്കിൽ വിശപ്പ് കാരണം ആ ഒരു പെറ്റ് ഫുഡ് എടുത്ത് തിന്നുന്നുണ്ട്. ഇതിനുശേഷം പോളാണെങ്കിൽ അടപ്പിൽ കുറച്ച് വെള്ളം പിടിച്ചിട്ട് എന്തോ ചെയ്യാനായിട്ട് പോവാണ്. അവന്റെ മുട്ടുസൂചി എടുത്തിട്ട് പെട്ടെന്നായിരിക്കും ആ ചെലന്തി അവന്റെ മുമ്പിലോട്ട് വരുന്നത്. അവനെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ബോളാണെങ്കിൽ അവന്റെ ഇരിക്കുന്ന മുട്ടുസൂചി എടുത്തിട്ട് അതിന് നേരെ വീശാണ്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ആ ചെലന്തി വീണ്ടും ആക്രമിക്കാനായിട്ട് വരികയാണ്. പോൾ അവിടെ നോടി ഒരു സ്ഥലത്ത് വന്ന് ഒളിച്ചിരിക്കുമ്പോൾ വീണ്ടും ആ ചെലന്തി ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. വീണ്ടും പോളാണെങ്കിൽ ഈ ചെലന്തിനെ കണ്ടിട്ട് ഓടാനായിട്ട് തുടങ്ങും. അങ്ങനെ ഓടി മറിഞ്ഞു വീഴുന്നുണ്ട്. ചെലന്തി അവന്റെ അടുത്തോട്ട് വരുമ്പോൾ ഇവ ഇഴഞ്ഞ് ഭിത്തിയിലോട്ട് ചേരുകയാണ്. വീണ്ടും ഈ ചെലന്തി വന്നിട്ട് അവനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും. അവനെ കടിച്ചു തിന്നാനായിട്ട് തുടങ്ങും. പക്ഷെ പോൾ എങ്ങനെയൊക്കെ അതിനെ തള്ളി പിടിക്കുകയാണ്. അവസാനം അവിടെ നിന്നൊരു എന്തോ ഒരു കമ്പ് പോലത്തെ സംഭവം കിട്ടുന്നുണ്ട്. അതെടുത്ത് ഈ ഒരു ചെലന്തിനെ പലതവണയായിട്ട് അതിന്റെ മുഖത്ത് തന്നെ കുത്തുന്നുണ്ട്. അതിന്റെ കണ്ണിൽ കുത്തുന്നുണ്ട്. ഒരുപാടധികം ചോര തെറിക്കുന്നുണ്ട്. ഈ ചെലന്തിയാണെങ്കിൽ പേടിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. തൽക്കാലത്തേക്ക് പോളിനെ ഒന്നും ചെയ്യുന്നില്ല. പിന്നീട് പ്രതികാരം ചെയ്യാനായിട്ട് വരുമെന്നും അറിയത്തില്ല. ഇതിനുശേഷം പോളാണെങ്കിൽ കുറേയധികം പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ പേപ്പറും കൂടെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഒരു സ്ഥലത്ത് കൂട്ടിയിടുകയാണ്. എന്നിട്ട് ആ ഒരു പെട്ടിക്കുള്ളിൽ നിന്ന് തീപ്പെട്ടി എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട്. അവൻ അതിൽ നിന്ന് ഒരു കമ്പ് എടുക്കുന്നുണ്ട് ഉരയ്ക്കാനായിട്ട്. അത് ഉരയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവനെ കൊണ്ട് കഴിയുന്നില്ല. അവൻ മറിഞ്ഞു വീഴാണ്. വീണ്ടും അവൻ ശ്രമിച്ച് അവസാനം അത് കത്തിക്കുന്നുണ്ട്. ആ കത്തിച്ച തീ എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ അവിടെ തീ ഇടുന്നുണ്ട്. അവിടെ നിന്ന് കത്താനായിട്ട് തുടങ്ങും. അങ്ങനെ തീയായതും അവൻ തീ കഴിഞ്ഞ ഒരു സ്ഥലത്തിരിക്കുകയാണ്. അവന്റെ മനസ്സിൽ മൊത്തം ഭാര്യയും മോളുമാണ്. ഭാര്യയും മോളെ ഒന്ന് കാണാനായിട്ട് പോലും പറ്റുന്നില്ല. അവര് വന്നിട്ട് അവൻ ഇവിടെ ഉണ്ടെന്ന് തിരിച്ചറിയുന്നില്ല. കാരണം ഭാര്യയും മോളും വിചാരിച്ചിരിക്കുന്നത് അവൻ മരിച്ചു പോയെന്നല്ലേ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. പിന്നീട് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. ഓള് പിന്നീടുള്ള ദിവസങ്ങളിൽ വർക്കൗട്ട് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് തുണി നിർമ്മിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോവാണ്. പെട്ടെന്നായിരിക്കും ഒരു ദിവസം ഒരാൾ ബേസ്മെന്റിലോട്ട് ഇറങ്ങി വരുന്നത്. പക്ഷെ ഭാര്യയും മോളൊന്നും അല്ല. ഈ വീട് വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനായിട്ടോ
വന്ന എന്തോ ബ്രോക്കറോ മറ്റോ ആണ്. അങ്ങേര് വരുമ്പോൾ പോളാണെങ്കിൽ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അടുത്തോട്ട് വരുമ്പോൾ അങ്ങേര് കാണത്തില്ല. അതല്ല അങ്ങേര് താഴെറങ്ങി വരുമ്പോൾ അങ്ങേരുടെ ഷൂവിന്റെ ശബ്ദം പോളിന് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പോൾ ഒരു സ്ഥലത്ത് വന്ന് ഒളിച്ചങ്ങനെ നിരിക്കും. പക്ഷേ ആ ഒരു ശബ്ദം കാരണം അവൻ തല കറങ്ങി വീഴാണ്. കുറെ നേരം കഴിയുമ്പോഴായിരിക്കും അവന് ബോധം വരുന്നത്. ബോധം വന്ന് നോക്കുമ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് പോയി. അവന് രക്ഷപ്പെടാനുള്ള പ്രതീക്ഷ ആകെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. ഒരു ദിവസം പോൾ അവിടെ നിൽക്കുമ്പോൾ ആ ബേസ്മെന്റിൽ തന്നെ ചെറിയൊരു നെറ്റ് ഇട്ട് ഓപ്പണിംഗ് ഉണ്ട്, ഒരു ജനാല പോലെ. ആ ജനാല വഴി ഒരു കൊതുക് അകത്തോട്ട് കയറി വരികയാണ്. ആ കൊതുക് വന്ന് പോളിനെ നോക്കി ഒന്ന് പറന്ന് കാണിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ് നെറ്റ് വഴി. അപ്പൊ പോളിനൊരു പ്രതീക്ഷ വരുന്നുണ്ട്, ആ ഒരു നെറ്റ് വഴി അവന് പുറത്ത് കടക്കാനായിട്ട് പറ്റുമെന്ന്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം അവൻ എടുക്കുകയാണ്. പോളിന് മുമ്പ് അവന്റെ പാവക്കുട്ടിയുടെ അവന് ബായ് പറയണ്ടേ. എന്നാൽ പാവക്കുട്ടിയുടെ അടുത്ത് വരുമ്പോൾ അവൻ ആ പാവക്കുട്ടീനെ കണ്ട് ഞെട്ടിപ്പോവാണ്. നേരത്തെ അവൻ ആ പാവക്കുട്ടിയുടെ സൈസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ചെറുതായി ആ പാവക്കുട്ടിയുടെ കാലിന്റെ അതുവഴി ഉള്ളവൻ. ഇത് കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ ഞെട്ടി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അവനാണെങ്കിൽ അവിടെ ഒരു ടേബിളോ മറ്റോ ഉണ്ടായിരുന്നു, അതുവഴി പതിയെ മുകളിലോട്ട് കയറാനായിട്ട് തുടങ്ങും. കാരണം അവ അത്രയും ചെറുതായത് കൊണ്ട് തന്നെ ഈ തടിക്കകത്തുള്ള ചെറിയ സ്ട്രക്ചറൊക്കെ അവന് പിടികിട്ടുന്നുണ്ട്, കൈവച്ച് പിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുവഴി മുകളിലോട്ട് അങ്ങനെ കയറി പോകുന്നുണ്ട്. ഒരുപാട് നേരം എടുത്തിട്ടാണ് അവൻ മുകളിലെത്തുന്നത്. എന്തായാലും അവൻ എങ്ങനെയൊക്കെയോ ആ അലമാരയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇനിയാണ് വേറൊരു പ്രശ്നം, ആ അലമാര ചാടി കടന്നാൽ മാത്രമേ അപ്പുറത്തെത്താനായിട്ട് പറ്റൂ. അതുകൊണ്ട് തന്നെ അവൻ ദൂരോട്ട് പോയിട്ട് ആ അലമാരയുടെ മുകളിൽ നിന്ന് നല്ല സ്പീഡിൽ ഓടി വന്ന് അപ്പുറത്തോട്ട് എടുത്ത് ചാടും. എങ്ങനെയൊക്കെ അവൻ കുത്തിമറിഞ്ഞ് അപ്പുറത്ത് ചെല്ലുന്നുണ്ട്. താഴെ ചെന്ന് വീണിട്ടില്ല. ഇനി അങ്ങോട്ട് ഭിത്തിയാണ്. ആ ഭിത്തി വഴി സൈഡിലോട്ട് നടന്നു പോകണം. അങ്ങനെ നടന്ന് അവൻ ആ ഒരു ജനാലയുടെ അടുത്ത് ചെല്ലണം. അങ്ങനെ അവൻ നടക്കാനായിട്ട് തുടങ്ങും. ഒരുപാടധികം കല്ലും അതുപോലെ തന്നെ പൊടിയൊക്കെ ഉണ്ട്. അതിലൂടെയാണ് അവൻ നടന്ന് പോകുന്നത്. അങ്ങനെ അവൻ പോയി ജനാലയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. എന്നാൽ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ ചെലന്തി ആണെങ്കിൽ അവിടെയെല്ലാം വല വിരിച്ചു വെച്ചേക്കാണ്. ഈ വലയെല്ലാം അവിടെ ഒട്ടിച്ചു വെച്ചേക്കാണ്. ഇതിനകത്തൊരു അനക്കം തട്ടിയാൽ ആ ചെലന്തി അറിയും. അങ്ങനെ അറിയുകയാണെങ്കിൽ പോളിനെ ഉപദ്രവിക്കാനായിട്ട് ആ ചെലന്തി വരും. പക്ഷെ പോളാണെങ്കിൽ ആ വലയിൽ ഒന്നും തട്ടാതെ പതിയെ പോവാണ്. പക്ഷെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അറിയാതെ തട്ടിപ്പോവാണ്. ഈ ചെലന്തിക്ക് കാര്യം മനസ്സിലായി. ചെലന്തി പെട്ടെന്ന് തന്നെ പോളിന്റെ അടുത്ത് വരികയാണ്. പക്ഷെ ആ ചെലന്തിക്ക് പോളിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അതിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്താന്ന് വെച്ചാൽ പോളാണെങ്കിൽ അതിന്റെ കണ്ണെല്ലാം കുത്തിയെടുത്തില്ലേ. ഇപ്പൊ ആ ചെലന്തി പോളിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ പോളാണെങ്കിൽ ആ ചെലന്തിനെ കണ്ട് നല്ല രീതിയിൽ പേടിച്ചു പോകുന്നുണ്ട്. അവന്റെ നിക്കറിൽ വരെ മുള്ളിപ്പോവാണ്. മൂത്രം അങ്ങനെ ഒഴുകുന്നുണ്ട്. അവൻ ഇപ്പം മരണപ്പെടും, ആ ചെലന്തി പിടിച്ചു തിന്നും എന്നുള്ളൊരു രീതിയിൽ നിൽക്കുമ്പോഴായിരിക്കും മുകളിൽ ചെലന്തി വലയിൽ എന്തോ കൊതുകോ അല്ലെങ്കിൽ എന്തോ പ്രാണി വന്ന് കുടുങ്ങിയിരിക്കുന്നത്. ഈ ശബ്ദം കേട്ടിട്ട് ചെലന്തി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോവാണ്. ആ ഒരു സാധനത്തിനെ പോയി പിടിച്ചു തിന്നും. ഇപ്പൊ പോളാണെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. സന്തോഷമൊന്നുമില്ല, പേടിച്ചു പോയ ആ ഒരു സമാധാനത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവൻ നടന്ന് എങ്ങനെയൊക്കെ ആ നെറ്റിന്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ ആ നെറ്റ് വഴി പുറത്തോട്ടിറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ അവനെ കൊണ്ട് കഴിയുന്നില്ല. അവൻ അതിനകത്ത് വന്ന് കുടുങ്ങി നിൽക്കുകയാണ്. അതുപോലെ തന്നെ രാത്രി ആയിട്ടുണ്ട്. അന്ന് രാത്രി അവൻ ആ നെറ്റിന്റെ അടുത്ത് തന്നെ കിടന്നുറങ്ങാണ്. പിറ്റേന്ന് എന്തോ ശബ്ദം കേട്ടിട്ടാണ് അവൻ എണീക്കുന്നത്. എണീറ്റ് നോക്കുമ്പോൾ കുറെ അധികം ഉറുമ്പുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. ആ ഉറുമ്പിനെല്ലാം ആ ചെലന്തി വന്ന് പിടിച്ചു തിന്നാണ്. ഇത് കണ്ട് പോള് പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് ആ ഒരു നെറ്റ് വഴി പുറത്തോട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാണ്. കൂടെ തന്നെ വേറെ കുറെ ഉറുമ്പുകൾ ഇറങ്ങി പോകുന്നുണ്ട്. അവൻ പുറത്തോട്ട് ഇറങ്ങിയതും ആ ചെലന്തി അവനെ വന്ന് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ നെറ്റിനപ്പുറമാണ്. ആ ചെലന്തിക്ക് എന്തായാലും ഇനി അവനെ പിടിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ചെലന്തി വലിപ്പമുള്ള ജീവി ആയതുകൊണ്ട് തന്നെ ആ നെറ്റ് വഴി പുറത്തോട്ട് വരാനായിട്ടൊന്നും സാധിക്കത്തില്ല. അത് ആ ബേസ്മെന്റിൽ തന്നെ ജീവിക്കുന്ന ഒരു ജീവിയാണ്. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോവാണ്. രാത്രി ആവുന്ന നേരത്ത് പോള് ആ പാടത്തൂടെയൊക്കെ അങ്ങനെ നടക്കാണ്. അവൻ ഒരുപാടധികം ചെറുതായതുകൊണ്ട് തന്നെ എത്ര നടന്നാലും ഭാര്യയും മോളെ ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ആ കാട്ടിൽ പലതരം ജീവികളുണ്ട്. അവൻ എന്തിന്റെ മുട്ട കാണുന്നുണ്ട്. ആ മുട്ട കണ്ട് അവന്റെ മുഖം പ്രതിബിംബമായിട്ട് ആ മുട്ടയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നോക്കി നിൽക്കുമ്പോഴായിരിക്കും എന്തോ വലിയൊരു ജീവി അവന്റെ അടുത്തോട്ട് വരുന്നത്. നോക്കുമ്പോൾ മറ്റൊന്നുമല്ല, അത് വലിയൊരു ചിത്രശലഭമാണ്. അതിങ്ങനെ അവന്റെ മുകളിൽ പറന്ന് കളിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഇത് കണ്ട് അതിന്റെ ഭംഗി ആസ്വദിച്ച് അവൻ അങ്ങനെ നിൽക്കുകയാണ്. അവൻ പൂമ്പാറ്റെ കാട്ടിയും ഒരുപാടധികം ചെറുതായിട്ടുണ്ട്. നമ്മുടെ മുകളിലെ ഒരു ഹെലികോപ്റ്റർ വന്ന് പറന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലായിരുന്നു ആ പൂമ്പാറ്റ വന്ന് അവന്റെ അടുത്ത് പറന്നപ്പോൾ അവന് തോന്നിയത്. അത്രയധികം ചെറുതായിട്ടുണ്ട് അവൻ. ഓരോ ദിവസം കഴിയുമ്പോഴും അവൻ ചെറുതായി വരികയാണ്. ചിലപ്പോൾ ഇനി ചെറുതായി ബാക്ടീരിയേക്കാൾ ചെറുതാവാം, വൈറസിനേക്കാൾ ചെറുതാവാം. നമുക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇപ്പൊ പോളിനാണെങ്കിൽ ആ ചിത്രശലഭത്തിനെ കണ്ടിട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. അവൻ കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ നേരം തന്നെ പോളിന്റെ മോളെ കാണിക്കുകയാണെങ്കിൽ അച്ഛനെ നഷ്ടപ്പെട്ട വേദനയിൽ ഒരു വീട്ടിന്റെ സൈഡിലായിട്ട് ഒരു ഊഞ്ഞാലും കെട്ടി അങ്ങനെ കിടപ്പുണ്ട് അച്ഛനെയും പറ്റി ചിന്തിച്ചിട്ട്. അതുപോലെ തന്നെ വേറെ കുറെ ബന്ധുക്കളൊക്കെ ഉണ്ട്. ആ ഒരു വീട്ടിനുള്ളിലാണ്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാരും പോള് ഒളിച്ചോടി പോയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഭാര്യയും മോളെയും കളഞ്ഞിട്ട് പോയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ അറിയത്തുള്ളൂ. ഭാര്യയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പോൾ ഒരിക്കലും ചെറുതായി പോയി എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും മോളാണെങ്കിൽ ഇപ്പൊ ആകാശം നോക്കി കിടക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. പോളിന് എന്താ പറ്റിയെന്ന് നമുക്കറിയില്ല. അത് ഈ സിനിമയിൽ കാണിച്ചിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.